ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റൈസ്ദ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ചെയർമാൻമാർ. മൗലികാവകാശവും ന്യൂനപക്ഷവും സർദാർ പട്ടേൽ. മൗലികാവകാശവും ന്യൂനപക്ഷവും ചെയർമാൻ സർദാർ പട്ടേൽ. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. മൈനോരിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. മൈനോരിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ HC മുഖർജി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കർ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ രാജേന്ദ്ര പ്രസാദ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാൻ KM മുൻഷി. ഹൗസ് കമ്മിറ്റി ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടവ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്നറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവർണർ പദവി കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവർണർ പദവി കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഫെഡറൽ കോടതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ കടം കൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് കടം കൊണ്ടിരിക്കുന്നത് ജർമ്മനി. പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടൻ. പാർലമെൻ്ററി ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. ഏകപൗരത്വം ബ്രിട്ടൻ. സിംഗിൾ സിറ്റിസൺഷിപ്പ് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. ക്യാബിനറ്റ് സമ്പ്രദായം. ക്യാബിനറ്റ് സമ്പ്രദായം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം ബ്രിട്ടൻ. 4 റിട്ടുകൾ ബ്രിട്ടൻ. ദ്വിമണ്ഡല സഭ ബ്രിട്ടൻ. ദ്വിമണ്ഡല സഭ ബ്രിട്ടൻ. തിരഞ്ഞെടുപ്പ് സംവിധാനം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. CAG ബ്രിട്ടൻ. സ്പീക്കർ ബ്രിട്ടൻ. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA. മൗലികാവകാശങ്ങൾ USA. ആമുഖം USA. മൗലികാവകാശങ്ങൾ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് USAയിൽ നിന്ന്. ലിഖിത ഭരണഘടന USA. വൈസ് പ്രസിഡന്റ് കടം കൊണ്ടിരിക്കുന്നത് USA. സുപ്രീം കോടതി USA. സുപ്രീം കോടതി, വൈസ് പ്രസിഡന്റ്, ലിഖിത ഭരണഘടന USAയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. മൗലിക കടമകൾ റഷ്യ.
മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യ. പഞ്ചവത്സര സംവിധാനം കാനഡ. പഞ്ചവത്സര സംവിധാനം കടം കൊണ്ടിരിക്കുന്നത് കാനഡ. അവശിഷ്ട അധികാരം കാനഡ. പഞ്ചവത്സര സംവിധാനം അവശിഷ്ട അധികാരങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡ. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡ. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കാനഡ. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കാനഡ. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡ്. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡ്. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലാൻഡ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. റിപ്പബ്ലിക് ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് 395 അനുച്ഛേദം, 8 പട്ടിക, 26 ഭാഗം. ഭരണഘടന നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്നത് 395 അനുച്ഛേദം, 8 പട്ടിക, 26 ഭാഗം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൻ. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം അമേരിക്ക 1789. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം അമേരിക്ക 1789. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് ബ്രിട്ടൻ. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് ബ്രിട്ടൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാൻ 1945.
ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി, ആധുനിക മധു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി, ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ബി ആർ അംബേദ്കർ. അംബേദ്കർ ജനിച്ച വർഷം 1891. അംബേദ്കർ ജനിച്ച വർഷം 1891. ജനിച്ച ഗ്രാമം മോവ്, മധ്യപ്രദേശ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ അംബേദ്കർ. 1956 ഡിസംബർ 6 അന്തരിച്ചു. അംബേദ്കറിൻ്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൻ ദിനമായി ആചരിക്കുന്നു. അന്ത്യവിശ്രമസ്ഥലം ചൈത്രഭൂമി. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി.